ആലപ്പുഴ അമ്പലപ്പുഴയിൽ ട്രെയിൻ തട്ടി 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. വളഞ്ഞവഴി പുതുവിൽ വിനീതിന്റെ മകൻ തൃണവാണ് മരിച്ചത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള തൊട്ടടുത്ത ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ കുട്ടിയെ പിന്നീട് കാണാതായി. വൈകിട്ട് നടത്തിയ തെരച്ചിലിലാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, അതിദാരുണമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ കുടുംബം? നിലവിൽ ദുരൂഹതകളൊന്നും പോലീസ് സംശയിക്കുന്നില്ല. ആലപ്പുഴ പുന്നപ്ര പോലീസാണ് ഇത് സംബന്ധിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അമ്പലപ്പുഴയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. 1.5 വയസ്സുകാരൻ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് വളഞ്ഞവഴി പുതുവൽ വീട്ടിൽ വിനീതിന്റെ ഏക മകനാണ്. ഇന്ന് വൈകിട്ട് വിനീതും മകനും കൂടി 6:30 ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ബന്ധുവിന്റെ വീട്ടിൽ പോയതിന്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ബന്ധു വീടിന്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉള്ളത്. അങ്ങനെ റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ബന്ധുവീട് ഉള്ള സ്ഥലത്ത് നിന്ന് കുഞ്ഞ് കളിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ബന്ധുക്കളോ അല്ലെങ്കിൽ വിനീതോ കണ്ടിരുന്നില്ല. ആ സമയത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം മാത്രമാണ് കുഞ്ഞിനെ കാണാതെ വന്നത്. കുഞ്ഞിനെ കാണാതായ ആ നിമിഷം തന്നെ, ആ സമയത്ത് തന്നെ ഇവർ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ തപ്പി. അപ്പോഴാണ് പിന്നീട് വൈകിട്ട് 6 മണിക്ക് അതിലെ കടന്നുപോയ പാസഞ്ചർ ട്രെയിൻ ഈ കുട്ടിയെ തട്ടി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. പുന്നപ്ര അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെയാണ് പ്രാഥമിക നടപടി പൂർത്തിയാക്കിയത്. നിലവിൽ ദുരൂഹതകളൊന്നുമില്ല. ട്രെയിൻ തട്ടിയുള്ള അപകടം എന്ന രീതിയിലാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. എന്താണെങ്കിലും ദാരുണമായ സംഭവം അമ്പലപ്പുഴയിൽ ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 5:30-ക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.